ബദാമും കശുവണ്ടി പൗഡറാക്കി വെച്ചിരിക്കുന്നത്, പിന്നെ ഗോതമ്പ് പൊടി, മാവ് എല്ലാം കൂടെ ചേർത്ത് ഇനി നമുക്ക് പാലും കൂടെ ചേർത്ത് ഉണ്ടാക്കാം. പാല് തിളപ്പിച്ച് വെച്ച ശേഷം പിന്നെ ഗോതമ്പ് പൊടിയും പിന്നെ അത് കശുവണ്ടിയും ഇതെല്ലാം കൂടെ ചേർത്ത് ബദാം കൂടെ എല്ലാ പൗഡറും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഞാൻ പാലുമായിട്ട് ചേർത്ത് ഇളക്കാൻ നല്ലപോലെ ഇളക്കി അത് കട്ടയൊന്നും ഉണ്ടാകാതെ നല്ല സ്മൂത്തായിട്ടിരിക്കാൻ വേണ്ടി നല്ലപോലെ ഇളക്കി കൊടുത്ത് സ്പൂൺ വെച്ച് നല്ലപോലെ ഇളക്കി അപ്പോൾ തന്നെ തിളയ്ക്കുമ്പോൾ തന്നെ ചൂടായി പെട്ടെന്ന് ഇത് ഉണ്ടാക്കാൻ പറ്റുന്ന ഇതാണ്. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ മധുരം കുറച്ച് ഇഷ്ടമാണെങ്കിൽ പനങ്കൽക്കണ്ടോ ശർക്കരയോ ചേർത്ത് നമുക്ക് കൊടുക്കാം തണുത്ത ശേഷം. പിന്നെ ഇനി തണുപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ച് വേണമെങ്കിൽ ഐസ്ക്രീം ആക്കി വേണമെങ്കിലും കൊടുക്കാം. ഈ കുറുക്കപ്പം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല തണുത്തതിന് ശേഷം കൊടുക്കാം.